എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. ഇന്ന് നമുക്ക് ബിവറേജസിൽ നിന്നുള്ള കുറച്ച് MCQs ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മെയിൻ ആൽക്കഹോളിക് ബിവറേജ് ഡിസ്റ്റിൽഡ് ഫ്രം ഫെർമെൻറ്റഡ് ഷുഗർ കെയിൻ പ്രോഡക്റ്റ് ഈസ് റം, വിസ്കി, വോഡ്ക, ബ്രാൻഡി. ആൻസർ റം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: the process of making beer is called as mashing, malting, brewing, sparging. Answer brewing ആണ്. Third question: sparkling wine is called so because it contains dash which make it fizzy. Options: sulfur dioxide, hydrogen, nitrogen, carbon dioxide. ഇതിൻ്റെ ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ദ സയൻസ് ഓഫ് വൈൻ മേക്കിംഗ് ഈസ് കോൾഡ് വിറ്റികൾച്ചർ, ഇനോളജി, സൈമോളജി, ബ്രീവിംഗ്. ആൻസർ ഇനോളജി ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ചോക്ലേറ്റ് ലിക്വർ ഈസ് എ പ്ലാന്റ് എക്സ്ട്രാക്ട്, സെമി പ്ലാസ്റ്റിക് ഫുഡ്, ബിവറേജ്, നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ സെമി പ്ലാസ്റ്റിക് ഫുഡാണ്. Sixth question: bottled fruit juices are clarified using pectinases, proteases, lipase, both A and B. ഇതിൻ്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. പെക്ടിനേസസും അതുപോലെ പ്രോട്ടിയേസസും നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ആസ് പെർ FSSAI, the ethyl alcohol content of beer is, first statement, in regular or mild beer more than 0.5% but less than 5% alcohol by volume. Second statement, in strong beer more than 5% but less than 8% alcohol by volume. Third statement, both of the above. Fourth statement, none of the above. ഇതിൻ്റെ ആൻസർ ബോത്ത് ദ എബോവ് ആണ്. റെഗുലർ അല്ലെങ്കിൽ മൈൽഡ് ബിയറിൽ അതിൽ വരുന്ന ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത് 0.5 തൊട്ട് 5% വരെയാണ്. സ്ട്രോങ് ബിയറിൽ ആൽക്കഹോൾ ബൈ വോളിയം പറയുന്നത് മോർ ദാൻ 5% to 8% വരെയാണ്. Ninth question: find the true statement regarding LA and lager beer. The main difference between LAs and lagers is the type of yeast used and the temperature at which they are fermented. Second statement, LAs are fermented with top fermenting yeast which rises to the top of the fermentation vessel. Third statement, lagers are fermented with bottom fermenting yeast. Fourth statement, the yeast Saccharomyces pastoriens is responsible for fermenting lager beer. Fifth statement, LA beer is brewed by using Saccharomyces cerevisiae strains. Options 1 and 3, option B 1, 3 and 5, option C 1, 4 and 5, option D all of the above. ഇതിൻ്റെ ആൻസർ ഓൾ ദ എബോവ് ആണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ്. അതായത് LA ബിയറും അതുപോലെ ലേഗർ ബിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും ബേസിസിലാണ്. LAസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടോപ്പ് ഫെർമെൻറ്റിംഗ് ഈസ്റ്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് സക്കാരോമൈസിസ് സെർവീസിയാണ്. അതുപോലെ ലേഗർ ബിയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബോട്ടം ഫെർമെൻറ്റിംഗ് ഈസ്റ്റ് ആണ്. ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സക്കാരോമൈസിസ് പാസ്റ്റോറിയൻസ് ആണ്. Last question: find the true statement. Brandy is a distilled wine. Wine from honey is made. C. Dry wine is a wine with low or no residual sugar. Option D. Still wine has high amount of carbon dioxide in it. Options A and B. Option 2 A, B, C. Option 3 A, C. Option 4 all of the above.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എ, ബി ആൻഡ് സി ആണ്. ഓക്കെ, ബ്രാൻഡി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിൽഡ് വൈൻ ആണ്. വൈൻ ഫ്രം ഹണി എന്ന് പറയുന്നത് മെഡ് ആണ്. ഡ്രൈ വൈൻ എന്ന് പറയുന്നത് വൈൻ വിത്ത് ലോ ഓർ നോ റെസിഡുവൽ ഷുഗർ ആണ്. സ്റ്റിൽ വൈനിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, താങ്ക് യു.